ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് പഴങ്ങളും ഫ്രഷ് ജ്യൂസുകളും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളല്ലേ. ഏത് കാലാവസ്ഥയിലാണെങ്കിൽ പോലും പഴച്ചാറുകൾ കഴിക്കുന്നത് ആ ദിവസം മുഴുവനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. കാശ് കൊടുത്ത് എനർജി ഡ്രിങ്കുകൾ വാങ്ങി കഴിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ജ്യൂസുകളാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ ജ്യൂസാണ്. ഇത് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ബി, സി, ഇതിൻ്റെ എല്ലാം കലവറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ വരളാതിരിക്കാനും മുടി ആരോഗ്യത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ തണ്ണിമത്തൻ ജ്യൂസ് വളരെയേറെ ഗുണകരമാണ്. ഹൃദയാഘാത സാധ്യതയുള്ള ആൾക്കാർ പതിവായിട്ട് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് കഴിക്കുക. ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും അത് വളരെയേറെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് തണ്ണിമത്തൻ കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം ഫൈബർ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം സുഗമമാക്കും. തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് ബാക്കിയാകുന്ന വെള്ള ഭാഗമില്ലേ, അതായത് തണ്ണിമത്തൻ്റെ തൊണ്ടോട് ചേർന്ന ആ ഭാഗം, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് പിരേക്കൊതുക്കി തോരൻ വെച്ചാൽ അതും നല്ല ഒന്നാന്തരമാണ്. തണ്ണിമത്തൻ്റെ കുരുവിനുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ. പുറത്താ തൊലി ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഗുണകരം തന്നെയാണ്. സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തണ്ണിമത്തൻ ജ്യൂസ് നല്ലതാണ്. അപ്പോൾ പതിവായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് കഴിച്ചു നോക്കുക, വ്യത്യാസം അനുഭവിച്ചറിയാം. ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ്. അതുപോലെ തന്നെ ആസ്മയുള്ള ആൾക്കാർ, അതുമൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഇതൊന്ന് പതിവായിട്ട് കഴിച്ചു നോക്കുക. അങ്ങനെയുള്ളവർ തണ്ണിമത്തൻ ജ്യൂസിൽ ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തിളക്കി കഴിക്കുക. തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. തണ്ണിമത്തൻ്റെ ഉള്ളിലെ നമ്മൾ കാമ്പില്ലേ, അതാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് കോരി എടുക്കേണ്ടത്. തണ്ണിമത്തൻ പല നിറത്തിലുണ്ട്. ഇതൊരു മഞ്ഞ കളറിലാണ്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറിലുള്ള തണ്ണിമത്തനും ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ അകത്ത് ചുവന്ന കളർ തന്നെയാണ്. ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഡൗട്ടായിരുന്നു അകത്ത് എന്ത് കളറായിരിക്കും എന്നുള്ളത്. ഇത് ഹൈബ്രിഡ് ഇനമാണ്. തണ്ണിമത്തൻ്റെ ഉള്ളിലെ കാമ്പ് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒരു കപ്പിലേക്കോ ഗ്ലാസ്സിലേക്കോ ആവശ്യാനുസരണം എടുക്കുക. ഇത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്ത് അങ്ങനെ കുടിക്കണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ച് കുടിക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കുരു കൂടി അടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ കുരുവിനും ഉണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ. ഇപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണ്ണിമത്തനാണ്. അപ്പോൾ ആവശ്യത്തിന് തണുപ്പും ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വേനൽക്കാലത്ത് നമ്മൾ പുറത്ത് പോയി, അതായത് വെയിലത്തൊക്കെ പോയിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും കൂടുതൽ തണുപ്പുള്ളതൊന്നും ഉടനെ എടുത്ത് കഴിക്കരുത്. ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ തണുപ്പുള്ളത് കഴിക്കാവുള്ളൂ. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരിക്കലും ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം എടുത്ത് ഉടൻ കുടിക്കരുത്. അപ്പോൾ ചൂടും തണുപ്പും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി നശിക്കാനും അതുപോലെ പെട്ടെന്ന് പനിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വേനൽക്കാല രോഗങ്ങൾ തടയാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക. ഒരുപാട് ജീവിത പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കെല്ലാം ഞാൻ സമാധാനത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഫേസ്ബുക്കിൽ കൂടി. എന്തായാലും നിസ്സാര കാര്യങ്ങൾക്ക് ആരും വിഷമിക്കാതിരിക്കുക. ഇന്നിപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങളെന്ന് വെച്ചിട്ട് നാളെ നിങ്ങളുടെ ജീവിതം മാറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മറന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും വരാനിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.